വീണ്ടും പാലായിലേക്ക് ബിനു പുളിക്കക്കണ്ടം എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ഇപ്പോൾ നഗരസഭയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധിച്ച് കറുപ്പണിഞ്ഞുകൊണ്ടാണ് ബിനു പുളിക്കക്കണ്ടം എത്തിയിരിക്കുന്നത്. ബിനു പുളിക്കക്കണ്ടം കറുത്ത ഷർട്ട് ധരിച്ച് നഗരസഭയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ ന്യൂസ് 18 സംഘവും ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിഷേധം വസ്ത്രത്തിലൂടെ കാണിക്കുന്നു. കൃത്യമായി നേരത്തെ അദ്ദേഹം പ്രതികരിക്കുന്ന കാര്യം, മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുന്ന കാര്യം അല്പസമയത്തിനകം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നഗരസഭയിലേക്ക് ബിനു പുളിക്കക്കണ്ടം പോകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ബിനു പുളിക്കക്കണ്ടത്തിനൊപ്പം നഗരസഭയിലേക്ക് പോവുകയാണ്, വണ്ടിയിലുണ്ടെന്ന് അറിഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? ഒരു കറുപ്പണിഞ്ഞുള്ള പ്രതിഷേധം തന്നെയാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് വളരെ കൃത്യമായി വ്യക്തമാവുകയാണ്. പക്ഷേ അത് പ്രതിഷേധ സൂചകമായി അല്ല തങ്ങളുടെ ഇങ്ങനെയുള്ള യാത്ര എന്ന് അദ്ദേഹം പറയുന്നു. ഈ കറുപ്പിന്റെ കാരണം എന്ത് എന്ന് പിന്നീട് വ്യക്തമാക്കാം. കറുപ്പ് തന്നെയാണോ സ്ഥിരമായി ഇനി അണിയുക എന്ന കാര്യവും വ്യക്തമാക്കാമെന്ന് ബിനു പുളിക്കക്കണ്ടം പറയുകയാണ്. അതായത് ഇക്കാര്യത്തിൽ തനിക്കൊരു പ്രതിഷേധമുണ്ട് എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ബിനു പുളിക്കക്കണ്ടം ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹം പറയുന്നത് താൻ കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ച കാലം മുതൽ തന്നെ വെളുത്ത വസ്ത്രമായിരുന്നു ധരിച്ചത്, മുണ്ടും വെളുത്ത ഷർട്ടുമാണ് ധരിച്ചത്. അതിനാദ്യമായൊരു മാറ്റം വരികയാണ് എന്ന് ബിനു ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ബിനുവിന്റെ വാഹനത്തിനൊപ്പമാണ് നമ്മുടെയും യാത്ര. ഏറ്റവും അടുത്ത നിമിഷം തന്നെ ബിനു ഇവിടെ നഗരസഭയിലേക്ക് എത്തും. കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും ഇപ്പോൾ തയ്യാറല്ല എന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബിനു പുളിക്കക്കണ്ടം വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം നഗരസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി ബിനു പുളിക്കക്കണ്ടം എത്തുകയാണ്. ഒരു CPM അംഗം തന്നെ പരസ്യ പ്രതികരണവുമായി എത്തുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയമാണ് പാലായിൽ നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല തന്നെ ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെട്ടു എന്നൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെ പാലായിൽ നടക്കുന്നു. CPM അംഗം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ബിനു പാലായിൽ നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. പാലാ നഗരസഭയിൽ എത്തി അദ്ദേഹം വാഹനം പാർക്ക് ചെയ്യുന്നു. ഇനി വോട്ടെടുപ്പിലടക്കം പാർട്ടി തീരുമാനമെല്ലാം പങ്കെടുക്കും. അതിൽ അട്ടിമറിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ബിനു തന്റെ വസ്ത്രം മാറ്റി കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നഗരസഭാ കൗൺസിൽ ഹാളിൽ ഏതാണ്ട് 11 മണിയോടുകൂടി ഇനി പ്രധാനപ്പെട്ട വോട്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും ബിനുവിനെ എടുത്ത തീരുമാനത്തിൽ നിയുക്ത നഗരസഭാ അധ്യക്ഷ തന്നെ അതിൽ വിഷമമുണ്ട്. ബിനു ആണ് നേതാവ്, ബിനുവിനെ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം അപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണം, ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബിനുവിന്റെ പ്രതികരണം അടക്കം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയ പ്രതിഷേധം, ഒരു CPM അംഗം തന്നെ ഒരു പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉള്ളത്. ഇനി എന്താണ് അദ്ദേഹം 11 മണിക്ക് ശേഷം പറയുന്നത് എന്നത് വളരെ നിർണായകമാണ്. ആ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കും. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ എന്താണെന്നറിയില്ല, എടുത്തപ്പോ കറുത്ത ഷർട്ടൊക്കെ ഒരിക്കലും ഇത് പ്രതിഷേധമല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് പ്രതിഷേധമല്ല. പക്ഷെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. താങ്കൾ ജോസ് കെ മാണിക്ക് തുറന്ന കത്തെഴുതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി താങ്കൾ ഇനി കറുത്ത വസ്ത്രമേ ധരിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കത്തോ എന്തെങ്കിലും ജോസ് കെ മാണിക്ക് തുറന്ന കത്ത് എഴുതി കഴിഞ്ഞിട്ടില്ല. കൗൺസിൽ കാലം കഴിയണം, അത് കഴിയുമ്പോഴേ എഴുതി തീരുള്ളൂ. തുറന്ന കത്ത് എഴുതും.
ഉറപ്പായിട്ടും. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും പാർട്ടി നടപടി ഉണ്ടായാലും കറുത്ത വസ്ത്രം എന്തിനാ? ഈ കറുത്ത വസ്ത്രം കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ലല്ലോ. മൈക്ക് വെച്ചിട്ടുണ്ട്. കറുപ്പിനോട് പാർട്ടിക്ക് ഒരു വിരോധവും ഇല്ല. അപ്പൊ പ്രതിഷേധത്തിന്റെ പ്രതിഷേധമല്ല. പറയാം, 11 മണി കഴിഞ്ഞോട്ടെ, കറക്റ്റായിട്ട് പറയും. ജോസ് കെ മാണി നടത്തിയ ഒരു സ്മാർട്ട് മൂവ് ആണോ താങ്കൾ? 11 മണിക്ക് ശേഷം ഞാൻ പറയാം. ഒരിക്കലുമില്ല. CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ ജോസിൻ ബിനുവാണ് സ്ഥാനാർത്ഥി. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവരുടെ റൈറ്റ് കാരണം നഗരസഭാ ഭരണത്തിലും ഒക്കെ എൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം അവർക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ അകത്ത് പാർട്ടി പറയുന്നതിന് അപ്പുറത്തേക്ക് ഞാനില്ല. പാർട്ടി എന്ത് തീരുമാനമുണ്ട്, എനിക്ക് തെരഞ്ഞെടുപ്പിൽ അകത്ത് കയറാൻ സമയമല്ല, ഡോർ അടയ്ക്കുക, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും, അത് വേറെ വ്യാഖ്യാനം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വോട്ടിങ്ങിന് ശേഷം പ്രതികരിക്കും. ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്നും തന്റെ പാർട്ടിക്ക് കറുപ്പിനോടെന്തെങ്കിലും പ്രതിഷേധം അല്ല കേട്ടോ, ഒരിക്കലും ഒരു പ്രതിഷേധം. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രതിഷേധമല്ലെന്നാണ് ബിനു പറയുന്നത്. 11 മണിക്ക് ശേഷം എന്താണ് കറുപ്പിന് പിന്നിലെന്നുള്ളത് പറയും. ഇപ്പോൾ നഗരസഭയിൽ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കും എന്നറിയുന്നു. ഇത് CPM-നെ എത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് വിടുന്നത്? ബിനു പുളിക്കക്കണ്ടം കറുത്ത ഷർട്ട് ധരിച്ച് നഗരസഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിഷേധമല്ലെന്ന് ബിനു പുളിക്കക്കണ്ടം പറയുന്നുണ്ട്. വോട്ടെടുപ്പിന് ശേഷം വിശദമായി സംസാരിക്കാമെന്നും ബിനു പറഞ്ഞു. ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, ബിനു നഗരസഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിഷേധമല്ല കറുപ്പണിഞ്ഞത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാര്യം വിശദാംശങ്ങൾ 11 മണിക്ക് ശേഷം പറയാമെന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അദ്ദേഹം കയറിപ്പോയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇത്രയും കാലം കറുപ്പണിയാത്ത ഒരാൾ, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കറുപ്പിലേക്ക് മാറുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു സസ്പെൻസ് ആയിട്ട് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കയറിപ്പോയതെങ്കിലും എന്തായിരിക്കാം കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നാടകം എത്ര വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും പാലായിൽ CPM-നെ തള്ളിവിടുക? പാലായിലെ CPM-ന് അപ്പുറത്തേക്ക് സംസ്ഥാനത്തൊട്ടാകെ CPM ഒരംഗം, ഒരു ഘടകകക്ഷി നേതാവിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു CPM അംഗത്തെ CPM തന്നെ ഒഴിവാക്കുന്നു എന്നുള്ളത് CPM തന്നെ സ്വന്തം അണികളോട് വിശദീകരിക്കേണ്ട വരുന്ന ഒരു സംസ്ഥാന വിഷയമായി അത് ചെറിയ തോതിലെങ്കിലും ഉയർന്നു വരുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും നിലവിൽ അദ്ദേഹം കൗൺസിൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. കറുപ്പിന്റെ കാരണം എന്ത് എന്ന് വ്യക്തമാക്കാൻ ബിനു പുളിക്കക്കണ്ടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷെ അത് കൃത്യമായി പറയും. നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് ജോസ് കെ മാണിക്ക് അദ്ദേഹം ഒരു തുറന്ന കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ ഇതിന്റെ കാരണങ്ങളടക്കം വ്യക്തമാക്കുന്നുണ്ട്. താൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തന്നെ വെള്ള വസ്ത്രം മാത്രം അണിഞ്ഞ് മുണ്ടുടുക്കാൻ തുടങ്ങിയ കാലം മുതൽ വെള്ള ഷർട്ട് മാത്രം ഇട്ടുകൊണ്ടാണ് പോയിരുന്നത്. അത് കറുപ്പിലേക്ക് മാറുന്നു. ഇനി കറുപ്പ് എന്ന അർത്ഥത്തിൽ അതിന്റെ പ്രതിഷേധ സൂചകമായി ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധങ്ങളുടെ ഒരു വളരെ കൃത്യമായ അടയാളപ്പെടുത്തലായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ജോസിൻ ബിനോയോട് ചേർന്ന് തന്നെയാണ് ബിനു പുളിക്കക്കണ്ടം ഈ ഹാളിലിരിക്കുന്നത്. പാർട്ടിയോടുള്ള പ്രതിഷേധമല്ല, പാർട്ടി തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കും. പാർട്ടിക്ക് കറുപ്പിനോട് യാതൊരു തരത്തിലുള്ള വെറുപ്പുമില്ല എന്നതടക്കമുള്ള കൃത്യമായ നിലപാടുകൾ അദ്ദേഹം പറയുമ്പോഴും അതിലൊരു രാഷ്ട്രീയം കൃത്യമായുണ്ട്, ഒരു പ്രതിഷേധം കൃത്യമായി. അല്ല, അത് കൃത്യമായി പാർട്ടിക്കും പറയേണ്ടി, അതിൽ വിശദീകരിക്കേണ്ടി വരില്ലേ? കാരണം CPM-ന്റെ ഏക കൗൺസിലറാണ് ബിനു. അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടൊരു വിശദീകരണം പാർട്ടിക്ക് നൽകിയല്ലേ മതിയാകൂ? ഇതിലെന്താണ് കറുപ്പിന് കാരണം എന്ന് ബിനു വിശദീകരിക്കുന്നത് പോലെ ഇരിക്കും അത്തരം കാര്യങ്ങൾ. ബിനുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പക്ഷെ ഇതിന്റെ വിശദീകരണം എന്തൊക്കെയാണോ പറയുന്നത്, ഇതൊരു പ്രതിഷേധമാണോ അല്ലെങ്കിൽ എന്താണ് എന്നത് കൃത്യമായി അടയാളപ്പെടുത്താൻ, അത് തുറന്നു പറയാനുള്ള 11 മണിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ നീക്കം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ
അദ്ദേഹം അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രപരമായ നീക്കം, പാർട്ടി അച്ചടക്കങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നു എന്ന നീക്കം, അതിനപ്പുറത്തേക്ക് പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ടൊരു നടപടി നേരിടാനും ബിനു പുളിക്കക്കണ്ടം തയ്യാറല്ല. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുക, ഒരു ഉൾപാർട്ടി പോരിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന തന്ത്രത്തിലേക്ക് ബിനു പുളിക്കക്കണ്ടം മാറുന്നു. അത് പക്ഷേ CPM-നോടുള്ള ഒരു ഫൈറ്റ് എന്ന നിലയിലല്ല, അത് ജോസ് കെ മാണി വിഭാഗത്തോടുള്ള ഒരു ഫൈറ്റായി തന്നെ പാലായിൽ മാറും. ബിനുവിന്റെ നീക്കങ്ങൾക്ക്, ഈ ഓരോ തന്ത്രപരമായ നീക്കങ്ങൾക്കും വലിയ വാർത്താ പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യവും ഒക്കെ കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ജോസിനെതിരായ കരിങ്കൊടി പ്രതിഷേധമായി ഫലത്തിൽ പാലായിൽ മാറുകയാണ്. ശരി, ഇതിലിപ്പോ ഘടകകക്ഷികളുടെ കൂടി എന്താണ് നിലപാട് എന്നുള്ളതാണ്. നേരത്തെ CPI പ്രതിനിധി നമ്മളോട് സംസാരിച്ചപ്പോൾ ഇതിനോട് യോജിക്കുന്നു, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ ഈ കേരള കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണം CPI-ക്കുണ്ട്. അപ്പം എത്തരത്തിലായിരിക്കും ഇനിയുള്ള പ്രതികരണം എന്നാണ് വിചാരിക്കുന്നത്? തന്നെ ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ CPI നേതാക്കൾ ആരും, ജില്ലയിലെ CPI നേതാക്കൾ ആരും നടത്താൻ തയ്യാറാകുന്നില്ല. കാരണം CPM-ന്റെ ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ അതിനെ അവസാനിപ്പിക്കാനായിരിക്കും CPI-യുടെയും തൽക്കാലത്തേക്കുള്ള ഒരു പരസ്യ പ്രതികരണത്തിൽ നീക്കം. പക്ഷെ ഇനി ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സമയത്ത് CPI-ക്ക് കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനും കൂടുതൽ സീറ്റുകളുടെ കാര്യത്തിലടക്കം അത്തരം ചില തന്ത്രപരമായ നീക്കങ്ങൾക്ക് CPI ഈ അവസരങ്ങൾ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി ഇത് മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പാലയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. മാധ്യമങ്ങൾ പുറത്ത് പോകണം, വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു, നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറയുകയാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ മുഴുവൻ പുറത്ത് മാറ്റിയ ശേഷമാണ് വോട്ടെടുപ്പ് ഉണ്ടാകുക. ശ്രീത്, ഇതിന് ശേഷമുള്ളൊരു പ്രതിഷേധം, കാരണം ഈ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ഏക അംഗത്തെ തഴയുന്നത് സ്വാഭാവികമായിട്ടൊരു പ്രതിഷേധത്തിന് കാരണമാക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന ആൾ പോലും അത്തരത്തിലാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ തഴഞ്ഞാൽ ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകുമെന്ന് CPM-ന്റെ ഒരു വിഭാഗം പറയുന്നുമുണ്ട്. അപ്പോൾ എത്തരത്തിലായിരിക്കും CPM-നുള്ളിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത്? പ്രതിഷേധം ഉണ്ടാകുമോ? ഒരു പൊട്ടിത്തെറിയിലേക്ക് CPM-ൽ പോകാനുള്ള സാധ്യത വിരളമാണ് എന്ന് തൽക്കാലത്തേക്കെങ്കിലും പറയേണ്ടി വരും. കാരണം CPM-ലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഘടന അടക്കം ഉള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നേരത്തെ VS-ന്റെ കാലത്തടക്കം ഇത്തരം ഏതെങ്കിലും ലീഗുമായിട്ടൊക്കെ അടുപ്പമുണ്ടാകുന്ന സമയത്ത് VS-ന്റെ പരസ്യ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ CPM-ൽ അങ്ങനെ ഒരു അപ്രമാദിത്വം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കുള്ളത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും എന്തെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ്. പക്ഷെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രാദേശികമായി പാർട്ടി പ്രവർത്തകർക്കിടയിലടക്കം ജോസ് കെ മാണിയോടുള്ള അകലം വർദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവര് പാർട്ടി ചിഹ്നത്തെ അത്രയധികം സ്നേഹിക്കുന്നവരാണ് CPM പ്രവർത്തകർ. അവരെ സംബന്ധിച്ച് അതുണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് തൊട്ടിപ്പുറത്ത് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഘടകകക്ഷികളുടെ പ്രശ്നമാണ്. മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് വേണ്ടി വല്ലാതെ മുട്ടിലിഴയുന്നു എന്നൊരു സന്ദേശം പുറത്തു പോയാൽ അത് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ പാലാ നഗരസഭയിൽ നടന്ന നാടകങ്ങൾക്ക്, രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ അതിന്റെ ഒരു അന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു ഫലം അതുതന്നെയാണ്. എന്തായാലും നിലവിൽ ഇത്തരം ചർച്ചകളും പരിപാടി ഒക്കെ ഭാവിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നഗരസഭയിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കട്ടെ. ബിനു പുളിക്കണ്ടം എന്തുകൊണ്ട് കറുപ്പിട്ടു, എങ്ങനെയാണ് പ്രതിഷേധം, പ്രതികരണം എന്നൊക്കെയുള്ളത് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കാണാം.